പിന്നെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ വിഷയങ്ങളുണ്ട്. ഇതിൽ വലിയ അത്ഭുതമുള്ളത് പല സഹോദരിമാരും ദ്വാരക്കാൻ വേണ്ടി നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ ദഅവത്ത് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ദ്വാരക്കുന്നു. അല്ലാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകട്ടെ. അപ്പൊ അവരൊക്കെ ദ്വാരക്കാൻ വേണ്ടിയുള്ള അപേക്ഷകൾ അവർ മുഖാന്തരം എന്നെ അറിയിക്കാറുണ്ട്. ഓരോന്നും ഒരു പ്രത്യേകിച്ച് അറ്റൻഡ് ചെയ്യാനോ പറയാനോ ഒന്നും കഴിയാറില്ല. പക്ഷെ മൊത്തത്തിൽ അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു അപേക്ഷ വരുന്നത് സഹോദരിമാര് ദ്വാരക്കാൻ വേണ്ടി പറയാ, ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ ഭർത്താവ് വേറെ പെണ്ണുങ്ങളോട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുക, ഭർത്താവ് ഫേസ്ബുക്കിൽ വേറെ പെണ്ണുങ്ങളൊപ്പം നിൽക്കുക, ഇതൊന്നും ഒഴിവായി കിട്ടി നല്ല അച്ചടക്കമുള്ള അള്ളാനെ പേടിക്കുന്ന നല്ല പെണ്ണുങ്ങള്, ഭർത്താവ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വാട്സപ്പ് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാ, അപ്പൊ ഒരു സ്വാഭാവികമായും ഒരു വല്ലാത്ത മനോവിഷമം ഉള്ള എത്രയോ കുടുംബിനികളുണ്ട്. അതിപ്പോ ഒരു ഭർത്താവിന് അങ്ങോട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. താൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഭാര്യ, അവള് തക്കം കിട്ടിയാലോ ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ആക്കി വേറെ ആരോടൊക്കെ ചാറ്റ് ചെയ്യാണ്, കോളേജിൽ പഠിച്ച അന്നത്തെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക? ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു അഭിമാനിയായ ആളെന്ന നിലയിൽ. അപ്പൊ അതിന് ചെറുപ്പക്കാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് മനുഷ്യന്റെ ഭോഗസുഖം എന്ന് പറയുന്ന മനുഷ്യന്റെ സെക്ഷൽ അപ്പറ്റൈറ്റ്, അതിന്റെ ഒരു പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്ക് തന്നത് ഹലാലായ നിക്കാഹ് ബന്ധത്തിലൂടെയാണ്. ഫൻകിഹു മാ ത്വാബ ലക്കും, നിക്കാഹിലൂടെയാണ് നമുക്ക് അല്ലാഹു അതിന് പരിഹാരം തന്നത്. സ്വന്തം ഭാര്യയെ ഏറ്റവും നല്ല സുന്ദരിയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഒരു മനുഷ്യനൊരു ഭർത്താവ് കണക്കാക്കേണ്ടതെന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പച്ചയായിട്ട് തങ്ങൾ പറയാ, നിങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു പെണ്ണിനെ കണ്ടു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അവളെ ഒറ്റ നോട്ടത്തിന് കണ്ടു, പിന്നെ നിങ്ങൾ കണ്ണു തിരിച്ചു, പക്ഷേ ആ ഒരു നോട്ടത്തിൽ നിങ്ങൾക്ക് അവരെ എന്തോ ഒരു സ്നേഹം തോന്നി, അല്ലെങ്കിൽ മനുഷ്യന്റെ വൈകാരികമായ ചിന്തകൾ നിങ്ങൾക്ക് തോന്നി എന്നിരിക്കട്ടെ. എന്നൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാലോ, പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ നഗരങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ഇതൊക്കെ വലിയ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരാളെ കണ്ട് ഇവള് സൗന്ദര്യമാണ് അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവളാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നി, അങ്ങനെ ഒരു നിങ്ങളുടെ മനസ്സിലൊരു വൈകാരിക ചിന്ത വന്നു കഴിഞ്ഞാൽ ഫൽയഅതി അഹ്ല, സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക് അവൻ പോകട്ടെ, അവളെ സമീപിക്കട്ടെ. അവൻ കണ്ട പെണ്ണിന്റെ അടുത്ത് എന്തുണ്ടോ അത് സ്വന്തം ഭാര്യയുടെ അടുത്തുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? സ്വന്തം ശരീരത്തിന്റെ വൈകാരികമായ ആഗ്രഹങ്ങൾ ശമിപ്പിക്കാൻ അല്ലാഹു തആല ഏതൊരു സംവിധാനമാണോ മനുഷ്യരിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ ഭാര്യയിലുണ്ടല്ലോ. അവൾക്കെന്താ കുഴപ്പമുള്ളത്? അവളെ നിങ്ങൾ സമീപിക്കും. സ്വന്തം ഭാര്യയുടെ അരികത്ത് നിങ്ങൾ ചെല്ലിൻ. നിങ്ങൾ അന്യ പെണ്ണുങ്ങളെ നോക്കല്ല. അന്യ പെണ്ണുങ്ങളിലേക്ക് മനസ്സുകൊണ്ട് കൊതി വന്നാൽ നിങ്ങൾ ഭാര്യയെക്കുറിച്ച് ഓർക്കണം. അത് നിങ്ങൾക്ക് ഹലാലായ വഴിയല്ലേ. സ്വന്തം കുടുംബത്തിൽ നിങ്ങൾ സംതൃപ്തി കണ്ടെത്തണം. കാരണം ഈ ലോകം അങ്ങനെയാണ്. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും കെട്ടിടക്കാൻ പറ്റും മനുഷ്യനെ? ഒരു സംസ്കാരത്തിൽ അത് പറ്റൂല, എവിടെ ആരും സമ്മതിക്കൂല. ഇസ്ലാമിക ശരീഅത്തിൽ ഒട്ടും പാടില്ലാത്തത്. അപ്പോ നമ്മൾ മനസ്സുകൊണ്ട് കൺവിൻസ്ഡ് ആയിരിക്കണം. നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യുക. കാണാൻ ചുരുക്കുള്ള പെണ്ണുങ്ങളൊക്കെ ലോകത്തിൽ ഒരുപാടുണ്ടാവും. പക്ഷെ എന്റെ ഭാര്യ അത് എനിക്ക് അല്ലാഹു ഹലാലാക്കിയവളാണ്. അവളിലാണ് എന്റെ സംതൃപ്തി, അവളാണ് എന്റെ ആശ്രയം, അവളിലൂടെയാണ് അല്ലാഹു എനിക്ക് എന്റെ ജീവിതത്തിന് അല്ലാഹു തആല ആശ്വാസം തന്നത്. അത് പരിപൂർണമായ കോൺഫിഡൻസ് നമുക്ക് വേണം, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് വേണം. അപ്പോഴേ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ കാണുന്ന ബിൽഡിംഗ് ഒക്കെ നോക്കിയിട്ട് റബ്ബേ ഇതൊക്കെ എന്റെ പേരിലായിരുന്നെങ്കിൽ വല്ല കാര്യമുണ്ടോ? റോട്ടിൽ കൂടെ അങ്ങനെ നടന്നു പോകുന്നല്ലാതെ ബെഡ്റൂമിൽ തന്നെ ട്രിപ്പിൾ കട്ടിലിനടിയിലാക്കാറും കിടക്കണ്ടാവുക. എന്നിട്ട് ആലോചിക്കണത് ഇതിനൊരു ഒറ്റ ഹോട്ടൽ കിട്ടിയ എന്റെ കാര്യം തീർന്നിരുന്നല്ലോ, ഈ ബിൽഡിംഗ് കിട്ടിയാലേ എന്റെ വരുമാനം അത് ഒന്നും ആലോചിക്കണ്ട. എനിക്കവിടെ ഉണ്ടല്ലോ, എന്റെ ബെഡ്റൂം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. അതിന്റെ ചൂട്ടിൽ ഞാൻ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിച്ച കുറെ സാധനങ്ങളും അടിയിൽ വെച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതിനൊരു പെട്ടിയിലാക്കി ഞാൻ പോവുമല്ലോ. എന്റെ ലോകം അത് ആലോചിക്കുമ്പോൾ, ഉള്ളത് ആലോചിക്കുമ്പോൾ എന്തൊരു സന്തോഷം. ഇല്ലാത്തങ്ങനെ ആലോചിച്ചിട്ട് എന്താ? മനുഷ്യൻ സെൽഫ് ടോർച്ചറിങ്. നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ. അപ്പൊ അഭിനവ ലോകം ഒരു 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 ഭോഗ സംസ്കാരത്തിന്റെ ലോകമാണ്. ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കുക. നമ്മൾ സമയമെല്ലാം നമ്മൾ നിർത്തുകയാണ്. 10:30 എല്ലാം കഴിഞ്ഞ് പൂട്ടിപ്പോകണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. സമയം കഴിഞ്ഞ് 10 മിനിറ്റ് ഇപ്പോഴും ലേറ്റ് ആയിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ സദസ്സിലിരിക്കുന്നുണ്ട്. അവർക്ക് മക്കളില്ലാത്തൊരു വലിയ വിഷമത്തിൽ നിങ്ങളൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ ഇവിടെ നാമ്യം പറഞ്ഞ് ദ്വാരണം ചെയ്തിരുന്നു. അപ്പൊ അവർക്ക് ഇരട്ടക്കുട്ടി ഉണ്ടായതിന്റെ വലിയൊരു സന്തോഷം നിങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. മുഹമ്മദ് അലിഫെന്നും ഫാത്തിമ ആല എന്നൊക്കെ പേര് പറഞ്ഞിട്ടിരുന്നു. അപ്പോഴുണ്ടോ?
അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വാലിഹീങ്ങളായ കുട്ടികളാക്കി കൊടുക്കട്ടെ, നല്ല സന്തോഷമുള്ള മക്കളാക്കി കൊടുക്കട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, നിരാശപ്പെടരുത്. അള്ളാഹു തആല തരും എന്നെ പ്രതീക്ഷിക്കുക. അള്ളാഹു അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ. കല്യാണം നടക്കാനൊക്കെ ഒരുപാടുണ്ട്. നമ്മളെല്ലാ ആഴ്ചകളോടെ ദുആ നടക്കുന്നുണ്ട്. ദുആ നടത്തിയിട്ട് നമുക്ക് മടുക്കരുത്, ആമീൻ പറഞ്ഞിട്ട് മടുക്കരുത്. നമ്മൾ ചോദിക്കാം, വീണ്ടും മൂന്ന് റബ്ബിനോട് ചോദിക്കാം. ഒരുപാട് ആളുകൾക്ക് അള്ളാഹു തആല ഇതിന്റെ വഴി എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ആമീനിന്റെ ഫലമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സറിഞ്ഞ ആമീൻ പറഞ്ഞാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെയുള്ള കാര്യങ്ങളിൽ അള്ളാഹു പരിഹാരം തരുന്നതാണ്. അള്ളാഹു തആല എല്ലാവിധ കുടുംബപരമായ വിഷമങ്ങളും പ്രയാസങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉള്ള പല വിഷമങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു വലിയ സമാധാനവും വിഷമങ്ങളിൽ നിന്ന് മോചനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വല്ലിപ്പയുടെ അസുഖം ശിഫയാവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഉമ്മാക്കൊരു കുട്ടി കൂടെ ഉണ്ടാവാൻ വേണ്ടി ഒരു മോനോട് വരാറുണ്ട്, എന്നോട് ദ്വാരക്കാൻ വേണ്ടി വരാറുണ്ട്. ചെറിയ കുട്ടി മാഷാ അല്ലാഹ് അവിടെ ഉണ്ടാ അങ്ങനെ ഒരു ചില പറയും ഭാര്യയ്ക്ക് ഭർത്താവ് അങ്ങനെ പറയും എനിക്കൊരു കുട്ടി വേണം, ഇതൊരു കുട്ടി പറയും എന്റെ ഉമ്മാക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം. മാഷാ അല്ലാഹ് അപ്പൊ ഒരു വല്ലാത്തൊരു കുഞ്ഞിന്റെ ഒരു ആഗ്രഹമാണ്, ആ ഉമ്മയുടെയും കുടുംബത്തിന്റെയും ഒരു ആഗ്രഹമാണ്. അള്ളാഹുവെ നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ, കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ തമ്പുരാനെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തിലിരിക്കല്ലേ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.